ഞാൻ പ്രീതി കൃഷ്ണ, കൃഷ്ണ ജുവലേഴ്സിലെ. അറിയാം. എന്തിനാ ഇവിടെ വന്നത്? 2 തവണ സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചു. അതിന്റെ ആവശ്യമുണ്ടായിരുന്നു സാർ, തക്കതായ തെളിവുകൾ ഉണ്ടായിട്ടും എന്റെ അച്ഛന്റെ കൊലയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഇതുവരെ നിങ്ങൾ ഒരു ആക്ഷനും എടുത്തില്ല. കുറ്റപ്പെടുത്തുകയല്ല, ഓരോ സ്റ്റേറ്റിലും ദിവസവും നടക്കുന്ന കൊലകളുടെ എണ്ണം പത്രങ്ങളിൽ വരാറില്ലേ? വെറും എണ്ണങ്ങൾ മാത്രം. അവർക്ക് പേരില്ല, വിലാസങ്ങളില്ല. ആ തരത്തിൽ വെറും ഒരക്കമാവരുത് എന്റെ അച്ഛനും. എന്താ താൻ പറഞ്ഞു വരുന്നത്? ഐ എം നോട്ട് ആസ്കിംഗ് യു എനി ഫേവർ. മൈ ഓൺലി റിക്വസ്റ്റ് ടു യു ഈസ് ആസ് എ പോലീസ് ഓഫീസർ, പ്ലീസ് ഡു യുവർ ഡ്യൂട്ടി സർ. കാലത്തെ വിളിച്ചോടത്ത് നീ എന്നെ ഡ്യൂട്ടി പഠിപ്പിക്കണോ? സോറി സർ, പ്ലീസ് സീ മൈ പൊസിഷൻ. പോലീസ് ആ കേസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വല്ലതും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വരൂ. ഇവിടെ വെച്ച് ഞാനൊന്നും കേൾക്കില്ല. ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയിൽ എനിക്ക് വിശ്വാസമില്ല. പ്രതികൾ പണവും സ്വാധീനമുള്ളവരാണ്. ഇവിടുത്തെ പോലീസ് കമ്മീഷണർക്ക് വരെ ഈ കൊലയുമായി ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. നീ ഇവിടുത്തെ മറ്റവളായിരുന്നാലും ശരി, എന്റെ സീനിയർ ഓഫീസേഴ്സിനെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. ആ ഓഫീസറെ കുട്ടിക്കാലം തൊട്ടേ അങ്കിളെന്ന് വിളിച്ച് വളർന്നോളാം ഞാൻ. എന്റെ അച്ഛനോടൊപ്പം ചീട്ട് കളിക്കാനും വിസ്കി കഴിക്കാനും ദിവസേന വീട്ടിൽ വന്നിരുന്ന ഏക ഫാമിലി ഫ്രണ്ട്. ആ ആൾ എന്റെ അച്ഛൻ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും എന്തുകൊണ്ട് ശവം പോലും കാണാൻ വന്നില്ല? എന്തുകൊണ്ട് ഇന്ന് വരെ ഫോണിൽ വിളിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞെന്നെ ആശ്വസിപ്പിച്ചില്ല? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. സാർ അന്വേഷിക്കണം. ഈ കൊലയുമായി ബന്ധപ്പെട്ടവരെന്ന് ഞാൻ സംശയിക്കുന്ന ആളുകളുടെ പേരുകൾ ഇതിലുണ്ട്. കാരണം ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുണ്ട്. സാർ വായിക്കണം. നീ കൽപ്പിക്കണം. അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി എത്ര പണം വേണം എടുത്തോളൂ. പോരെങ്കിലും എന്റെ അച്ഛന്റെ മുഴുവൻ സമ്പാദ്യം. നിന്റെ പണം കണ്ട് വാലാട്ടി അനുസരിക്കുന്ന പട്ടികളാണ് ഇവിടുത്തെ മുഴുവൻ പോലീസുകാരെന്ന് നീ കരുതിയോ? ഇറങ്ങി പോയിക്കോ, അല്ലെങ്കിൽ കൈക്കൂലി തന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് എനിക്ക് നിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കൊലയാളികളെ വെറുതെ വിട്ട് ഈ ചെറിയ തെറ്റിന് എന്നെ ശിക്ഷിക്കുന്ന ധീരതയല്ല. ഇയാൾ അത്രയ്ക്ക് പ്രിൻസിപ്പൾ ഉള്ള ആളാണെങ്കിൽ മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ധൈര്യമുണ്ടോ, ആണത്തുണ്ടോ? എടി പൊടിയെന്നും മറ്റും വിളിക്കുന്ന സൂക്ഷിച്ചു വേണം. അസഭ്യം കേട്ടാ സുഹിക്കുന്ന ചില സ്ത്രീകളുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഓ, നീ വലിയ ആ പേര് വിളിക്കേണ്ടത് എന്നെയല്ല. നാട് നീളെ തൂത്തുവാരി ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ കൂടെ പൊറപ്പിച്ച നിങ്ങളുടെ അതെ, ഇന്നലെ തീരെ ബോധമില്ലാണ്ട് വന്ന് കയറിയതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് മുതലാളി പിള്ളസാറിനോട് കടം വാങ്ങിച്ചതാ. എന്തിന്? വക്കീൽ ഫീസ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞോ? വക്കീൽ ഗുമസ്തൻ പറഞ്ഞിരുന്നു അയാൾ ഇവിടെ പലതവണ വന്നത് കേസിന്റെ കാര്യത്തിനല്ല, കൊടുക്കാനുള്ള കാശിനായിരുന്നെന്ന്. ഇനിയും ബാക്കി നിർത്തിയാൽ വക്കീൽ കോടതിയിൽ ഹാജരാവില്ലെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ഓ പൊട്ടി. ഓ, പലിശ ഇല്ലാതെ മുതലാളി തന്നത്. എന്തായാലും തിരിച്ചു കൊടുക്കണ്ടേ? കേസ് ജയിച്ചാ ജോലി തിരിച്ചു കിട്ടില്ലേ? അപ്പൊ പിടിച്ചു വെച്ച ബാക്കി ശമ്പളം മുഴുവനും കിട്ടുമല്ലോ. കേസ് ജയിക്കുമെന്ന് എന്താ ഉറപ്പ്? ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ ഞാൻ കൊന്നത്. ചത്തവന് വേണ്ടി ലക്ഷങ്ങൾ ചെലവിടാൻ ഇവിടെ അവന്റെ കൂട്ടുകാരുണ്ട്. ഈ കേസ് ഞാൻ ജയിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്നിട്ട് നിനക്ക് കടം തരാൻ ആളുണ്ട്. കൊല്ലങ്ങളോളം ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തവനാ ഞാൻ. ഒരു തിടുക്കം വന്നപ്പോ 10 രൂപ സഹായിക്കാൻ ഒരു നാറിയില്ല. നീ പഴയ തൊഴിലിൽ നിന്ന് റിട്ടയർ ചെയ്തു, ഒരുത്തനെ കെട്ടി. എന്നിട്ട് നിന്നെ സഹായിക്കാൻ ഇപ്പോഴും ആളുണ്ട്. ഏതോടെ ഈ പുതിയ കസ്റ്റമർ? അങ്ങനെ പറയരുത്. സത്യമായി ഞാൻ ജോലി ചെയ്യുന്നിടത്തെ മുതലാളിയാണ് ഇത് തന്നത്, കൃഷ്ണപിള്ള സാർ. 600 രൂപ ശമ്പളത്തിന് അവിടെ ഗുണാപ്പിക്കുന്ന നിനക്ക് 10,000 രൂപ കടം തരണമെങ്കിൽ നീ അവിടെ ഉടുപ്പ് തയ്ച്ചു കൊടുക്കുന്നോടി, അതോ അയക്ക് വേണ്ടി ഉടുപ്പ് അയച്ചു കൊടുക്കുന്നോടി?
അനാവശ്യം പറയരുത്. ഇതിന്റെ ബാക്കി ഇനി അവന്. എടാ നാറി, ഗതിയില്ലെങ്കിലും ഭാര്യയെ വിറ്റ് ജീവിക്കുന്നവനല്ലടാ ഞാൻ. കൊള്ളാവുന്ന പെമ്പിള്ളേരെ വശത്താക്കാൻ അവന്റെ ഒരു തകായ കടയക്കരി വന്ന് തെമ്മാടിത്തം കാണിച്ചാൽ നിന്നെ ഞാൻ. നീ എന്തിയോടാ പൊട്ടി? ഒന്നേ വൃത്തികേട് കാണിക്കുന്നൊരു അതിര് വേണം. തന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല മിസ്റ്റർ പിള്ള അവർക്ക് അവിടെ ജോലി കൊടുത്തത്. ഞാൻ ശുപാർശ ചെയ്തിട്ടാണ്. കേസും കോടതിയും റിമാൻഡുമായി കഴിയുന്ന തന്നെ സഹായിക്കാൻ. അയാൾ ഈ പണം കടം തന്നത് ഞാൻ പറഞ്ഞിട്ടാ. ഇനി ആ പിള്ളയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മനുഷ്യന് പ്രയാസങ്ങൾ വരും, അതിനെ നേരിടാൻ ഭ്രാന്ത് കാണിച്ചിട്ട് കാര്യമില്ല. കീപ് യുവർ എക്സെൻട്രിസിറ്റി വിത്ത് യു. പൊയ്ക്കോ. ഞാൻ പിഴച്ചവളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചല്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? സുഖം മോഹിച്ചല്ല ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. ജോലിയും ശമ്പളവും ഇല്ലാതെ കഴിയുന്ന നിങ്ങളോടൊപ്പം എങ്ങനെ കഴിയേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും സഹിക്കാൻ സർ. പക്ഷേ ഈ തരത്തിൽ ഇനിയും എന്നെ സംശയിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കില്ല. സാർ, സാറിന് വേണ്ടി ഞാൻ പലയിടത്തും വാദിക്കാറുണ്ട്. ബൽറാം സാർ മറ്റ് സി ഐമാരെ പോലെയല്ല, ഡീസന്റ് ആണ്, കൈക്കൂലി വാങ്ങാറില്ല, കുടിക്കുകയാണെങ്കിലും കണ്ടവന്റെ ചക്കാത്തടിക്കില്ല, തെമ്മാടുത്തുമില്ല, വ്യഭിചാരമില്ല. അല്ല, കുറച്ചു മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ കുഴപ്പമില്ല, കൊള്ളാം. സാർ അറിഞ്ഞാണില്ല ഞങ്ങളുടെ പോലീസ് അസോസിയേഷന്റെ തീരുമാനം സർക്കാർ അംഗീകരിച്ചത്. പണ്ടത്തെ പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ വീട് പണി ചെയ്യാനും തെരുവിളി കേൾക്കാനും കോൺസ്റ്റബിൾമാരെ കിട്ടില്ല. നിറാസ്കർ എന്ന് വല്ലതും വിളിച്ചാ നീ എന്ത് ചെയ്യണോ പൊട്ടി? എവിടേക്കാണ് പോകണ്ടെന്ന് പറഞ്ഞില്ല. കമ്മീഷണർ വീട്ടിലേക്ക്. കാപ്പി എടുത്തു വരൂ. കാപ്പിയും പരാതിയെല്ലാം വെട്ടി വിഴിക്കോ. വിശപ്പിന് ഡ്രൈവറിന് ഇൻസ്പെക്ടറിനും കമ്മീഷണറിനുള്ള വ്യത്യാസമില്ല. രാവിലെ തൊട്ട് ഇവിടെ. പ്രീതി നിന്നെ കാണാൻ വന്നിരുന്നു സർ. ആ പെണ്ണിന് വട്ടാണ്. പിള്ളയ്ക്ക് കള്ളക്കടത്തുകാരുമായി കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞ മുതൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് വിട്ടു. പിന്നീട് വീട്ടിൽ വെച്ച് അയാളുടെ സ്വർണം പിടിച്ചപ്പോ ഞാൻ ഒറ്റുകൊടുത്തെന്നായി പരാതി. ഇപ്പോ കൊലയാളി. അന്നത്തെ റെയ്ഡിൽ കസ്റ്റംസ് കേസ് ചാർജ് ചെയ്തത് മറ്റൊരാളുടെ പേരിലായിരുന്നല്ലോ സർ. ഇവിടെ വാടക പ്രതികൾക്കാണോ ക്ഷാമം? കാശ് കൊടുത്താൽ ഏത് കുറ്റം കേൾക്കാനോ ആളിനെ കിട്ടും. അവളുടെ ഭ്രാന്ത് കേട്ട് ഇറങ്ങിയാൽ നമ്മുടെ വഴി തെറ്റും. ഇത്ര അഡമന്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തീരെ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല സർ. അവൾ വല്ല പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനും അപേക്ഷിച്ചാൽ then you proceed. ഡെയിലി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്നെ കാണിക്കണം സർ. ബാലുവിന് പ്ലേറ്റ് വയ്ക്കും. വേണ്ട സർ.